മുഖ്യമന്ത്രി പിണറായി വിജയനെയും മകൾ വീണ വിജയനെയും അറസ്റ്റ് ചെയ്യുമോ? SFIയുടെ ഒരു അന്വേഷണം, ഒരു നടപടി ഇവർക്കെതിരെ ഉടൻ ഉണ്ടാകുമെന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. എന്താണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ? കാരണം SFIയും അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകളൊക്കെ നമ്മൾ കുറേ മാസങ്ങൾക്ക് മുമ്പ് നടത്തിയതാണ്. അതിൽ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണമൊന്നും ഇദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നില്ല എന്നതിൽ കടുത്ത ദുഃഖവും വിമർശനങ്ങളും ഒക്കെ പല കോണുകളിൽ നിന്നും ഉയർന്നതാണ്. എന്നാൽ ഇപ്പോൾ SFIയും നടപടിക്കൊരുങ്ങുന്നു എന്നാണ് നമ്മൾ കേൾക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസിൻ്റെ വാദത്തിനിടെയാണ് ഇതിലേക്ക് വെളിച്ചം വീശുന്ന ചില സംഭവങ്ങൾ ഉണ്ടായത്. അതായത് നമുക്കറിയാം, വീണ തൈക്കണ്ടി എന്ന പിണറായി വിജയൻ്റെ മകൾ വീണയുടെ പേരിൽ ഒരു കമ്പനി ഉണ്ടായിരുന്നു, എക്സാലോജിക്. ആ കമ്പനിയിലേക്ക് CMRL എന്ന് പറയുന്ന വ്യവസായ സ്ഥാപനത്തിൽ നിന്ന് കുറച്ച് പണം അനധികൃതമായി ലഭിച്ചു എന്നതിനെ ചൊല്ലിയുള്ള ഒരു അന്വേഷണമാണ് നടന്നത്. അത് SFIO, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, അവർ നടത്തിയ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ് ചില വെളിപ്പെടുത്തലുകൾ ഇന്ന് ഡൽഹി ഹൈക്കോടതിയിൽ നടന്നിരിക്കുന്നത്. ഇത് ഈ SFIOയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയതും മറ്റും നമ്മുടെ മുൻ MLA PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജാണ്. അദ്ദേഹമാണ് ഈ ഹർജിയുമായിട്ട് മുന്നോട്ട് പോയത്. അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്ന കോടതിയാണ് SFIO എന്ന് പറയുന്ന ഏജൻസിയോട് ഇത് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചത്. ഇപ്പോൾ ആ SFIO കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആണ് ഇപ്പോഴത്തെ ഇപ്പോൾ ഗൗതം ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന കാര്യങ്ങൾക്ക് അടിസ്ഥാനം. അതായത് ഈ വീണ വിജയന് പണം കൊടുത്തത് CMRL എന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. CMRL നിന്ന് അനധികൃതമായിട്ട് കുറച്ച് പണം വീണ വിജയൻ്റെ കമ്പനിയിലേക്ക്, വീണ തൈക്കണ്ടിയുടെ കമ്പനിയിലേക്ക്, എക്സാലോജിക് എന്ന ആ കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ് ഈ കേസിൻ്റെ ആധാരം. അപ്പോൾ അങ്ങനെ ആ സംഭവത്തിൽ ഈ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട്, ഇതെല്ലാം നടപടിക്രമങ്ങൾ പാലിച്ചാണ്, ഇതിനകത്ത് ദുരൂഹതയൊന്നുമില്ല, അതിനാൽ ഈ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് CMRL ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ അതിന്മേൽ വാദം നടക്കുമ്പോഴാണ് SFIO പറഞ്ഞത് അങ്ങനെയല്ല, ഈ CMRL എന്ന കമ്പനി വലിയ തോതിൽ പണം ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട്, അതിൻ്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അവർ പറയുന്നത്. ഇത് ഭീകരപ്രവർത്തനത്തിന് ബന്ധപ്പെട്ട ഏത് സംഘടനയ്ക്കാണ്, ഏതൊക്കെ ആൾക്കാർക്കാണ് ഈ പണം കൊടുത്തത് എന്നവർ കോടതിയിൽ വെളിപ്പെടുത്തിയിട്ടില്ല. അത് വളരെ രഹസ്യമാണ്. അവർ പറഞ്ഞത് മുദ്ര വച്ച കവറിൽ കോടതിക്ക് മുമ്പിൽ ഇത് സമർപ്പിക്കാം എന്നാണ്. അതായത് ഓപ്പൺ കോർട്ടിൽ ഇത് പറയാൻ സാധിക്കില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറന്ന കോടതിയിൽ ഇതിനെക്കുറിച്ച് വളരെ തുറന്ന് പരാമർശിക്കാൻ സാധിക്കില്ല. പകരം ഞങ്ങൾ മുദ്ര വെച്ച കവറിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി ഞങ്ങൾ സമർപ്പിക്കാം. ഈ കേസ് റദ്ദാക്കരുത്, ഈ കേസിന്മേൽ വലിയ തോതിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹത്തിനെതിരെയും അന്വേഷണം നടക്കുന്നു. ഇതാണ് ഇപ്പോൾ പിണറായി വിജയനിലേക്കും സംശയമുന നീളാൻ കാരണം. അത് വീണയിലേക്കും, വീണയിലൂടെ പിണറായി വിജയനിലേക്കും ഈ സംശയത്തിൻ്റെ ദൃഷ്ടി വന്ന് പതിച്ചിരിക്കുകയാണ്. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില മാധ്യമങ്ങൾ അന്വേഷിച്ച് ഷോൺ ജോർജിൽ നിന്നും അവരുടെ പ്രതികരണം എടുത്തു. അപ്പോൾ ഷോൺ ജോർജ് പറയുന്നത്, ഈ കേസിൽ ഞാൻ SFIOയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് എനിക്ക് കൃത്യമായി ചില വിവരങ്ങൾ ലഭിച്ചതുകൊണ്ടാണ്. ഈ ദുബായിലുള്ളൊരു ബാങ്കിൽ നിന്നും അവിടെ ഈ വീണയ്ക്ക് അക്കൗണ്ടുണ്ട്, വീണ തൈക്കണ്ടിക്ക് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ടിൽ നിന്നും കോടാനുകോടി രൂപ ഇടപാട് നടന്നിട്ടുണ്ട്. ചില ആൾക്കാർക്ക് ആ പണം കൈമാറിയിട്ടുണ്ട്. അത് വളരെ ദുരൂഹമാണ്. ആർക്കാണോ ഈ പണം കൈമാറിയിരിക്കുന്നത്, ആ ഇടപാടുകളെല്ലാം വളരെ ദുരൂഹമാണ്. വലിയ സംശയങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. അത് വലിയ തോതിൽ, അതായത് രാജ്യത്തെ അപകടപ്പെടുത്തുന്ന വലിയ ചില രഹസ്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട് എന്നാണ് ഷോൺ ജോർജ് പറയുന്നത്. ഇത് അദ്ദേഹം ചില മാധ്യമങ്ങളോട് പറഞ്ഞതാണ്, നമ്മളോട് നേരിട്ട് പറഞ്ഞതല്ല. ഇത് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളിൽ പലതിലും വന്നു കഴിഞ്ഞു ഈ വാർത്ത. അപ്പോൾ അദ്ദേഹം പറയുന്നു, എന്നിട്ട് അദ്ദേഹം ഒരു ആരോപണം കൂടെ ഉന്നയിക്കുകയാണ്, മുഖ്യമന്ത്രി ഇവിടെ നിന്ന് വിദേശത്ത് പോകാതെ നോക്കണം, അദ്ദേഹം വിദേശത്ത് പോയാൽ ഒരുപക്ഷെ മടങ്ങി വരില്ല, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അദ്ദേഹം രക്ഷപ്പെട്ട് പൊക്കളയും എന്നൊക്കെയാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത്. അതൊക്കെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമായിട്ട് നമുക്ക് കരുതാം. എങ്കിലും
ഈ SFIOയുടെ ഈ കോടതിയിലെ വെളിപ്പെടുത്തലും ഷോൺ ജോർജിൻ്റെ ഈ മാധ്യമങ്ങളോടുള്ള വെളിപ്പെടുത്തലും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. അതെ അതെ അതെ, കൃത്യമാണ്. എന്തെങ്കിലും നേരത്തെ ഈ ഇതില് അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നില്ല, മുഖ്യമന്ത്രിയിലേക്കോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ ഒന്നും കൃത്യമായ രീതിയിൽ മകളിലേക്ക് അന്വേഷണം വരുന്നില്ല, മകളിലേക്ക് വരുന്നില്ല എന്നൊക്കെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉവ്വ്. ഇപ്പൊ ഏതാണ്ട് ഇപ്പോ അതിനൊക്കെ ഒരു മറുപടിയായിട്ട് ഇപ്പൊ നടപടിക്ക് ഒരുങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലെ? തീർച്ചയായിട്ടും ഇതിനകത്ത് ഇപ്പോൾ നടപടി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഉം. നമ്മുടെ ജോലി ആ പുറത്തു വന്ന വാർത്തയെ വിശകലനം ചെയ്ത് നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാം. ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് SFIO ഇപ്പോൾ പറയുന്നത് ഈ മുദ്ര വെച്ച കവറിൽ അന്വേഷണ പുരോഗതി കോടതിയെ ധരിപ്പിക്കാം, അത് ഓപ്പൺ കോർട്ടിൽ പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ അതിനകത്തുണ്ട്, അത് ഞങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്, അത് പുറത്ത് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതും ഈ ഷോൺ ജോർജ് പറയുന്നതും കൂടെ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ എന്തൊക്കെയോ അപകടങ്ങളും അതിൻ്റെ പുറകിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇല്ലെങ്കിൽ ഈ ഷോൺ ജോർജ് ഇത്രയും കടുപ്പിച്ചിങ്ങനെ പറയുമോ? അതായത് ദുബായിലെ ബാങ്കിൽ നിന്ന് വീണയുടെ അക്കൗണ്ട്, ആ ബാങ്കിലെ വീണയുടെ അക്കൗണ്ടിൽ നിന്ന് വലിയ വലിയ തുകകൾ കൈമാറിയിരിക്കുന്നു, അത് ഏറ്റുവാങ്ങിയിരിക്കുന്ന ആൾക്കാരെക്കുറിച്ച് വലിയ സംശയങ്ങളുണ്ട്, ആ ഇടപാടുകൾ ദുരൂഹമാണ് എന്ന് ഷോൺ ജോർജ് പറയുന്നത് വെറുതെ അല്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും അതിനെക്കുറിച്ച് ചില സൂചനകൾ കയ്യിലില്ലാതെ കോടതിയെ സമീപിക്കില്ലല്ലോ. അങ്ങനെ വെറുതെ ഒന്നുമില്ലാത്ത പുകമറ സൃഷ്ടിച്ച് കോടതി ചെന്ന കോടതി ആ ഹർജി വലിച്ച് ദൂരെ കളയും. അപ്പോൾ കോടതി SFIOയുടെ അന്വേഷണത്തിന് പിന്നെ കാരണമായിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടും കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് കോടതി മുന്നോട്ട് പോകാൻ പറഞ്ഞത്. അത് മുന്നോട്ട് പോയിട്ടാണ് SFIO ഇപ്പോൾ ഇങ്ങനെ ഒരു വാദം മുന്നോട്ട് വച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും CMRLന് അവരുടെ ഭാഗം പറയാൻ ന്യായമുണ്ട്. അവരത് കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പോയപ്പോഴാണ് SFIO അങ്ങനെയല്ല, ഇവർ പറയുന്നതൊന്നും ശരിയല്ല, ഇതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് ഇപ്പോൾ മറുവാദം ഉന്നയിച്ചിരിക്കുന്നു. എന്തായാലും എക്സാലോജിക്കും CMRLുമായിട്ടുള്ള ഇടപാടുകൾ ഇപ്പോൾ ഒരു ആൾ 10 പേരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതിൽ 9 പേരും നല്ല ആൾക്കാരാണ്. പക്ഷേ ഒരാൾ ഒരു കൊടും കുറ്റവാളിയും ഭീകരപ്രവർത്തനം നടത്തുന്നയാളും രാജ്യദ്രോഹം ചെയ്യുന്നയാളും ഒക്കെ ആണെന്നിരിക്കട്ടെ, ഈ ബാക്കി 9 പേരും ഉത്തരം പറയണം, സംശയത്തിൻ്റെ നിഴലിലാവും അല്ലേ? ഇത് അതുപോലെ ആണോ അല്ലയോ എന്നൊക്കെ ഇനി വരും ദിവസങ്ങളിലേ അറിയാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇയാൾ അപരാധിയാണ് അല്ലെങ്കിൽ ഇയാൾ നിരപരാധിയാണെന്ന് നമ്മളെങ്ങനെ പറയും? അത് പറയാൻ സാധിക്കില്ല. നമുക്ക് 2 വശവും പറയാം. CMRL ഹർജി അന്വേഷണം റദ്ദാക്കണമെന്ന ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ അന്വേഷണ ഏജൻസികൾ പറയുകയാണ് അങ്ങനെയല്ല, ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതിന് ഇത്ര കാര്യങ്ങളുണ്ട്, അത് ഞങ്ങൾ മുദ്രവെച്ച കവറിൽ ഹാജരാക്കാം എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ ആ അന്വേഷണ ഏജൻസിയെ തള്ളി പറയും? അന്വേഷിക്കട്ടെ, കുറ്റവാളിയാണെങ്കിൽ നടപടിയെടുക്കട്ടെ. കോടതിയിലാണല്ലോ ഇത് എത്തിയിരിക്കുന്നത്, കോടതിയുടെ മുമ്പിലല്ലേ, അല്ലാതെ മറ്റാരുടെയും മുന്നിലല്ലല്ലോ. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള SFIOക്കെതിരെ ഉയർന്ന ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞു. കാരണം അവർ സത്യസന്ധമായിട്ട് തന്നെയാണ് ഈ സംഭവം അന്വേഷിക്കുന്നത്. തീർച്ചയായിട്ടും ആ അന്വേഷണം ഇതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വെളിച്ചം വീശും. അതിലൂടെ പുറത്തു വരാൻ പോകുന്നത് ചിലപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളായിരിക്കും. എന്തായാലും ഷോൺ ജോർജിനും SFIOയ്ക്കും മുന്നോട്ട് പോകാം എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വെളിപ്പെടുന്ന കാര്യം. അത് കോടതി ഇപ്പോൾ 23-ാം തീയതി വീണ്ടും കോടതി ഈ കേസ് വീണ്ടും പരിഗണിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം വാർത്തയിൽ നിന്ന്. ഇത് 180 കോടിയിലധികം രൂപയുടെ ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്നാണ് CMRLനെതിരെ SFIO കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. അത് തെളിവായിട്ട് സ്വീകരിക്കണമെന്ന് കോടതിയോട് അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് നിസ്സാര കാര്യമല്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഉയർന്ന രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കൊടുത്തു എന്ന് SFIO പറയുമ്പോൾ അത് ആരായിരിക്കാൻ സാധ്യതയുണ്ട്? വീണയുമായിട്ട് ഏറ്റവും അടുത്ത് ബന്ധപ്പെട്ട രാഷ്ട്രീയ നേതാവ് ആരാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എന്നാണ് ഷോൺ ജോർജ് ചോദിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അന്വേഷണം നടക്കട്ടെ. മടിയിൽ കനമുള്ളവൻ മാത്രം ഭയന്നാൽ മതിയല്ലോ. മടിയിൽ കനമില്ലെങ്കിൽ പിന്നെ എന്തിനു പേടിക്കുന്നു? ധൈര്യമായിട്ട് അന്വേഷണം നടക്കട്ടെ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കാൻ പോകുന്നത്.